കാർഷിക വാർത്തകൾ. രാജ്യത്തെ സ്വാഭാവിക റബ്ബർ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നടപ്പാക്കുന്ന പ്രോജക്റ്റ് ഇൻറോഡ് പദ്ധതിക്ക് വൻ നേട്ടം. 2021-22 ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇതുവരെ 1.79 ലക്ഷത്തിലധികം ഹെക്ടറിലാണ് പുതിയ റബ്ബർ തോട്ടങ്ങൾ വികസിപ്പിച്ചത്. സ്വാഭാവിക റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രൊജക്ട് ഇൻറോഡ് പദ്ധതിയുടെ ഭാഗമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലുമായി 1,79,377 ഹെക്ടർ പുതിയ റബ്ബർ തോട്ടങ്ങൾ വികസിപ്പിച്ചു. 2021-22 ആരംഭിച്ച പദ്ധതിയുടെ 2 ലക്ഷം ഹെക്ടർ ലക്ഷ്യത്തിന്റെ 90% ഇതിനകം പൂർത്തിയായി. അസം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി 113 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. റബ്ബർ ബോർഡും ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷനും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2 ലക്ഷത്തിലധികം കർഷകർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. പദ്ധതി പൂർണ്ണമായാൽ രാജ്യത്തെ സ്വാഭാവിക റബ്ബർ ഉൽപാദനത്തിൽ വടക്കുകിഴക്കൻ മേഖലയുടെ വിഹിതം നിലവിലെ 15% നിന്ന് 40 മുതൽ 45% വരെ ഉയരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കാൻ കൃഷിവകുപ്പ്. കന്നിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വയനാട്ടിൽ നടക്കും. മുറ്റത്തൊരു മൈന. മുറ്റത്തൊരു മൈനയല്ല, മുറ്റത്തൊരു കനിപ്പന്തൽ. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കാനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്താനുമായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 17 വയനാട് കൽപ്പറ്റയിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിടുതൽ പ്രഖ്യാപിക്കേണ്ട മേഖലകളോട് നോ കോംപ്രമൈസ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കാനുമുള്ള വലിയ ഒരു മൂവ്മെന്റാണ് തീർച്ചയായും കനിപ്പന്തൽ എന്ന ഈ മനോഹരമായിട്ടുള്ള പദ്ധതി. രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും രാഷ്ട്രീയ കൃഷി വികാസ് യോജനയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷ തൈകൾ കൃഷിവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്യും. കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ പഴങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം കൃഷിയോടും പ്രകൃതിയോടും പരിസ്ഥിതിയോടും താൽപര്യം വളർത്തുകയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. തുടർച്ചയായി മഴ ലഭിച്ചതോടെ ഇടുക്കിയിലെ ഏലം കർഷകർ പ്രതീക്ഷയിൽ. ഓണക്കാലം എത്തുന്നതോടെ കൂടുതൽ കായ വിളവെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. മഴ കുറഞ്ഞത് വലിയ രീതിയിൽ ഏലച്ചെടികളെ ബാധിച്ചിരുന്നു. 19 മുതൽ 20 ഡിഗ്രി താപനില ഉണ്ടാവേണ്ട തോട്ടങ്ങളിൽ മഴ കുറഞ്ഞതോടെ 24 ഡിഗ്രി ചൂടായിരുന്നു നിലനിന്നത്. കാലവർഷം ശക്തിപ്പെട്ടതോടെ ഓണക്കാലത്ത് കൂടുതൽ കായ വിളവെടുക്കാമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കട്ടപ്പന, നെടുങ്കണ്ടം പ്രദേശങ്ങളിലെ ഏലം ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി മഴ ലഭിക്കുന്നുണ്ട്. മഴക്കുറവിനെ തുടർന്ന് ഏലക്ക വില ഉയരുമെന്ന് ചെറുകിട വ്യാപാരികളും കർഷകരും മനസ്സിലാക്കിയിരുന്നു. ഇതോടെ 2500 രൂപയിൽ താഴെ വില നൽകി സംഭരിച്ച ഏലക്കായ 3000 രൂപയ്ക്ക് വരെ വിറ്റഴിക്കാനായി. മഴ ശക്തിപ്പെട്ടതോടെ ഓൺലൈൻ ലേലത്തിൽ വിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഇതോടെ സംഭരിച്ച വ്യാപാരികൾ ഏലക്കായ വിറ്റഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഏലം വിലയിൽ നേരിയ വർധനവുണ്ടായതിനു പിന്നാലെ വളത്തിനും കീടനാശിനികൾക്കും വില ഉയർന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കർഷകർ പറയുന്നു. 500 മുതൽ 700 രൂപ വരെ വിവിധ കമ്പനികൾ വളത്തിന് വില വർദ്ധിപ്പിച്ചത് കർഷകർക്ക് അധിക ചെലവുണ്ടാക്കുന്നുണ്ട്. കമ്പംമെട്ട് അതിർത്തി അടച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കേരളത്തിലെത്താൻ അധിക ചെലവുണ്ടാക്കുന്നുണ്ട്. ഇതും കർഷകരുടെ ചെലവ് വർദ്ധിക്കാൻ കാരണമാകുന്നു. ഒരു തൊഴിലാളിയുടെ കൂലിയിൽ ശരാശരി 100 രൂപ വരെ ഇങ്ങനെ യാത്രാ ചെലവും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.